മോർണിംഗ് റിപ്പോർട്ടിൽ ഇനി അതിഥിയിലേക്കാണ്. ഇന്നത്തെ അതിഥി പ്രശസ്ത തിരക്കഥാകൃത്ത് കൃഷ്ണ പൂജപ്പുരയാണ് നമ്മുടെ അതിഥി. കൃഷ്ണ പൂജപ്പുര മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. താങ്കൾ ഇപ്പോൾ കൃഷ്ണ പൂജപ്പുരയെക്കുറിച്ച് പറയുമ്പോൾ സുഖമാണോ ദാവീദ് എന്ന ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് താങ്കൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? സുഖമാണോ ദാവീദ് ഒരു ഫ്ലേവർ പറയുകയാണെങ്കിൽ ഒരു അനുജനും ജ്യേഷ്ഠനും തമ്മിലുള്ള ഒരു വളരെ സുഖകരമായിട്ടുള്ള ഒരു കുഞ്ഞ് കഥയാണ്. കഥയുടെ ഒരു ടോണെന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരിലൂടെ സഞ്ചരിക്കുന്ന ഒരു എപ്പിസോഡാണ്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ടോമി കിരിയാന്തൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അനൂപ് ചന്ദ്രൻ, രാജമോഹൻ എന്ന രണ്ടുപേരാണ് ഇതിൻ്റെ സംവിധായകർ. കഴിഞ്ഞ സിനിമ ഹലോ നമസ്തേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമകളുടെ ചർച്ചകൾ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഈ സിനിമയുടെ ഈ കഥ ഞാൻ കേൾക്കുന്നത്. വളരെ എന്നെ പ്രഥമ ശ്രവണത്തിൽ തന്നെ വളരെ ആഹ്ലാദിപ്പിച്ചു. അത്ര ടോമി കിരിയാന്തൻ അദ്ദേഹത്തിൻ്റെ കഥയാണ്. കഥയിൽ തന്നെ അതിൻ്റെ ഒരു കാമ്പ് വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചുറ്റുമോ നമ്മുടെ വീട്ടിലോ അയൽവക്കത്തോ ഒക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ആശയമാണിത്. അത് കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും. ഒരു അനുജൻ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനുജൻ, ഇന്നത്തെ പരീക്ഷാകാലം കൂടിയാണ്, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ്. അങ്ങനെ 10ാം ക്ലാസ്സിലെ സ്കൂളിൽ വളരെ ബ്രില്യൻ്റായിട്ടുള്ള, വളരെ നാട്ടിലെ ഒരു വലിയ എഴുത്തുകാരനായി വരും എന്ന്, കാരണം അവന് പ്രകൃതിയോട് ഇഷ്ടം, അവന് പാട്ടുകളുടെ ഇഷ്ടം. ജ്യേഷ്ഠൻ എന്ന് വെച്ചാൽ അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അവൻ്റെ ജ്യേഷ്ഠൻ. അവൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു ഉലച്ചിൽ, അതിൻ്റെ ഒരു അവ്യക്തമായ കാരണം ഈ ജ്യേഷ്ഠനും കൂടിയാണ്. അതിലേക്ക് ജ്യേഷ്ഠൻ കടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എപ്പോഴും ഗ്രഹനാഥൻ്റെ ഒരു ശ്രദ്ധ, പ്രത്യേകിച്ച് ഈ ഏജ്, ഒരു 12 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കുണ്ടാകണം എന്നുള്ള ഒരു തിരിച്ചറിവ് വരികയും അത് ഞാൻ കഥയുടെ പൂർണ്ണ കഥയാണ്. ആ കഥ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ തിരക്കഥയിലേക്ക് വന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. ചിത്രത്തിൻ്റെ ട്രെയിലറിൽ തന്നെയുണ്ട് കെയറിംഗ് ബ്രദർ, ലവ് മദർ എന്നടക്കമുള്ള കണ്ടൻറ്റുകൾ കാണുന്നു ട്രെയിലറിൽ. ശരിക്കും ഈ ഒരു കാലഘട്ടം, ശരിക്കും മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2018 അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു കഥയുടെ പ്രസക്തിയെക്കുറിച്ചിട്ട് താങ്കളൊന്ന് പറയണം. കാരണം പ്രത്യേകിച്ച് താങ്കൾക്കത് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും നിത്യവും കാണുന്ന വാർത്തകൾ ഭീകരമാണ്. കുട്ടികളുടെ ഇന്നലെ ഒരു കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ മരണം കണ്ടു. ഞാനൊരു ഗൃഹനാഥനാണ്, ഞാനൊരു അച്ഛനാണ്. അതുപോലെ നമ്മുടെ എല്ലാവരും സഹോദരനോ അച്ഛനോ നീണ്ട ചർച്ചകൾ നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ശരിക്കും ഈ ഒരു വിഷയം. തീർച്ചയായിട്ടും അതൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ ആ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും താങ്കളെക്കുറിച്ച് പറയുമ്പോൾ ഒരു 14ാമത് സിനിമയാണ് താങ്കളുടെ ഇത്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഇവർ വിവാഹിതരായാൽ ഹാപ്പി ഹസ്ബൻഡ്സ് അടക്കമുള്ള ചിത്രങ്ങൾ, ഒരു ഹ്യൂമർ ചിത്രങ്ങളാണ് താങ്കൾ കൂടുതലും അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾ മാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സുഖമാണോ ദാവീദയിലേക്ക് വരുമ്പോൾ വേറൊരു കണ്ടന്റ്, വേറൊരു ലെവലിലേക്കാണ് വരുന്നത്. അതാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ഈ ഒരു ചിത്രത്തിൽ കൊണ്ടുവന്നത്. അല്ല, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഹ്യൂമർ തന്നെയാണ്. നർമ്മം, ജീവിതത്തിലെ കണ്ണീരിലും ഒരു നർമ്മം കിട്ടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് വാത്സല്യം സിനിമ, അത് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പോഹിക്കുന്നതാണെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആവശ്യമില്ലാത്തടത്ത് പാട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് സോങ്ങുകൾ പോകാറുള്ളത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇതിൻ്റെ പാട്ടുകളടക്കം അല്ലെങ്കിൽ സംഗീത സംവിധാനം അടക്കം? 3 പാട്ടുകളാണുള്ളത്. ഒന്ന് എൻ്റെ ടൈറ്റിൽസ് പോകുമ്പോൾ അനിയൻ്റെയും ജ്യേഷ്ഠനെയും കാണിച്ചുകൊണ്ടുള്ള ഒരു വിഷ്വൽസ് കാണിച്ചുകൊണ്ടുള്ള ഒരു സോങ്. അത് ചെയ്തിരിക്കുന്നത് സ്വപ്ന ഇതിലൊരു വേഷവും ചെയ്യുന്നുണ്ട്. എഴുതി വിനായക് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ ട്യൂൺ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു ടൈറ്റിൽ സോങ്ങാണ്. പിന്നെ മോഹൻ സിത്താര കൈതപ്രം ടീമിൻ്റെയാണ് മറ്റ് 2 പാട്ടുകൾ. ഓക്കെ, എന്തായാലും അതിലൊരു പാട്ടൊന്ന് തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം പാട്ടിൻ്റെ വരികളും അതോടൊപ്പം തന്നെ പശ്ചാത്തലവും എല്ലാം ഈ പറഞ്ഞ നമ്മൾ സൂചിപ്പിച്ച ജ്യേഷ്ഠനും ആ ഒരു സഹോദരൻ്റെയും ഒരു അവരൊരു സ്നേഹം നന്നായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. ശരിക്കും വരികൾ വളരെ മനോഹരമായിട്ട് ഇപ്പം സൂചിപ്പിച്ച പോലെ കൈതപ്പത്തിൻ്റെ ആ വരികളിലാണ്. ശരിക്കും അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്? കാരണം പാട്ട് എന്ന് പറയുന്നത് എക്കാലത്തും നമ്മുടെ മലയാളി ലോകത്തിൻ്റെ തന്നെ വികാരമാണ്. നമ്മൾ നീലക്കുയിൽ ഇറങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി, 60 വർഷം ആകുന്നു. പക്ഷേ എല്ലാവരും ചൊല്ലണമെന്ന പാട്ട് ഇന്നലെ കേട്ടതുപോലെ മലയാളിയുടെ പ്രിയമാണ്. ഞാൻ കണ്ട പഴയ ഇപ്പോൾ ആരോമലുണ്ണി എന്ന് പറയുന്ന സിനിമയിലെ മുത്തുമണി പളുങ്കുവെള്ളം കണ്ടത് ഞാൻ 72-ലാണ്. ഇന്നലെ കേട്ടതുപോലെ ഇരിക്കും. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ സിനിമ മുന്നിൽ വരും. അപ്പോൾ സിനിമാ പാട്ടുകൾ മലയാളിയുടെയൊക്കെ വികാരമാണ്. അതിൽ തന്നെ നല്ലത് കഥയുമായിട്ട് ഏറ്റവും ബ്ലെൻഡ് ചെയ്ത് കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം പ്രത്യേകതയാണ്. ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് പകുതി കുറേ പ്രൊമോഷൻ്റെയും കൂടി ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ സിനിമയെ ഞാൻ. പക്ഷേ തിയേറ്ററിൽ കാണുന്നവർക്ക് അത് എന്തുമാത്രം മാച്ച് ചെയ്താണ് അത് പോകുന്നതെന്ന്
വളരെ വ്യക്തമായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഈ 3 പാട്ടും ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിയേറ്ററിൽ ആ ഒരു വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ശരിക്കും ഒരുപാട് ഫീൽ ചെയ്യുന്ന തരത്തിൽ തന്നെയുള്ള പശ്ചാത്തലവും വരികൾ തന്നെയാണ് ഈ ഒരു പാട്ടിൽ തന്നെയുള്ളത്. ഇത് തന്നെ തുടർന്നും മറ്റുള്ള സോങ്ങുകളിലെല്ലാം തന്നെ ഈ ഒരു രീതി അല്ലെങ്കിൽ തുടരുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് 3 പാട്ടുകളും പോയിരിക്കുന്നത്. താങ്കളെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് സൂചിപ്പിച്ചിരുന്നില്ല, പത്രങ്ങളിലെ കോളമിസ്റ്റാണ്, പിന്നെ നിരവധി അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള ഒരു വലിയൊരു എഴുത്തുകാരൻ കൂടിയാണ് താങ്കൾ. ശരിക്കും ഈ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചിട്ട് താങ്കൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിയിൽ മാത്രമാണ് സുഖമാണോ ദാവീദിൽ പ്രതിപാദിക്കുന്ന ഒരു സബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ കണ്ടത്. ഒരു സഹോദരൻ്റെ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സാമൂഹിക പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത്. നിരവധി പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇനി 2018 തുടക്കം മാത്രമായിട്ടുള്ളൂ, മാർച്ചായിട്ടുള്ളൂ, ഇനിയും മാസങ്ങൾ നീണ്ടു കിടക്കുകയാണ്. താങ്കളുടെ പുതിയ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ നേരിടുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളെ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളാണോ താങ്കൾ സമീപിക്കുക, അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട് കൂടി താങ്കൾ പറയും? തീർച്ചയായിട്ടും ഞാൻ നർമ്മ ആണ് എൻ്റെ ഇഷ്ട വിഷയം. കോളമിസ്റ്റും ഞാൻ എൻ്റെ കോളങ്ങളും ഒക്കെ നർമ്മത്തിൽ ഊന്നിയാണ്. സിനിമകളും അങ്ങനെ തന്നെയാണ്. അതിൽ തന്നെ ആ ചേർക്കുന്ന വിഷയങ്ങളിൽ എങ്ങനെ കാലികമായിട്ടുള്ള വിഷയങ്ങൾ ചേർക്കാം എന്ന് ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവർ വായുതരായൽ എന്ന് പറയുന്ന സിനിമയിൽ അപക്വമായിട്ടുള്ള ഒരു വിവാഹവും അതിനെ തുടർന്നുള്ള രസങ്ങളുമായിരുന്നു. ജനപ്രിയൻ എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു സർക്കാർ ഓഫീസിലേക്ക് ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്ന ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രം. അയാൾ കാണുന്ന മറ്റൊരു തരം സർക്കാർ ഓഫീസ് ഇരുന്നു. ആംഗ്രി ബേബീസിൽ ചെറിയ കാര്യങ്ങളിൽ ഈഗോ വന്നിട്ടുള്ള ഡൈവേഴ്സ്, വിവാഹമോചനമാണ്. ഇതിൽ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ ടീനേജിൻ്റെ വിഷയം വിട്ടുപോകൽ, അത് ഏറ്റവും ഫീൽ ചെയ്യുന്നതാണ്. ഞാൻ കുറച്ച് മെസ്സേജ്, ഞങ്ങളുടെ പ്രൊഡ്യൂസർക്ക് ഇന്നലെ വന്ന ഒരു ഗംഭീര മെസ്സേജ്, പുള്ളി പറഞ്ഞത് പുള്ളിക്കൊരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ വളരെ സന്തോഷമായിരുന്നു. ഒരു +2 അധ്യാപകൻ എഴുതിയത്. തിയേറ്ററിൽ പോയതും അവിടുത്തെ തിരക്കില്ലായ്മ കൊണ്ട് അല്പം വിഷമം തോന്നിയതും, എന്നാൽ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞ് ഈ സിനിമ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു 10ാം ക്ലാസ് കുട്ടിയൊക്കെ കൊണ്ട് കാണിക്കാൻ പോവുകയാണ് എന്നുള്ള തരത്തിൽ ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അകന്ന ഒരു ബന്ധുവോ സുഹൃത്തോ മറ്റോ ആണ് ഇദ്ദേഹത്തിൻ്റെ ഇതിൽ അയച്ച ഒരു മെസ്സേജ്. ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങൾക്കെല്ലാം സിനിമ പ്രവർത്തകർക്കെല്ലാം തന്നെ ഇങ്ങനെ കിട്ടുന്ന ചെയ്തത് ഫലവത്തായി എന്ന് അറിയുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമകൾ 3-4 സിനിമകളുടെ ചർച്ചകൾ ആണ്. സജി സുരേന്ദ്രൻ്റെ ഒരു സിനിമയായിരിക്കും അധികം വൈകാതെ തുടങ്ങുന്നത്. അത് ഫൺ മൂവിയാണ്, അത് പക്ക ഫൺ മൂവി. പിന്നെ മറ്റ് ചില അധികം വൈകാതെ തന്നെ അനൗൺസ് ചെയ്യുന്ന ചില പ്രോജക്റ്റുകളും ഉണ്ടാകും. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം താങ്കളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ. കൃഷ്ണൻ പൂജപ്പുര എന്ന ഒരു വലിയ ഒരു തിരക്കഥാകൃത്തിനോടൊപ്പം സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. സുഖമാണോ ദാവീദ് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. എല്ലാവിധ ആശംസകളും, ഒപ്പം 2018 അപ്കമിംഗ് ആയിട്ടുള്ള താങ്കളുടെ പുതിയ പ്രൊജക്റ്റുകൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.